ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ആഴ്ച സംഭവബഹുലമായ വല്ലാത്തൊരു ആഴ്ചയായിരുന്നു. നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ട്രെൻഡ് ഡേ ഡൗൺ ആയിരുന്നു. നിഫ്റ്റി വീക്കിലി നോക്കുന്ന സമയത്ത് ഇവിടെ തുടങ്ങിയ അടി ഇവിടം വരെ വന്ന് നിന്നു. അതേപോലെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. അടാറ് അടിയായിരുന്നു ബാങ്ക് നിഫ്റ്റി അടിച്ചത്. സ്വാഭാവികമായിട്ടും പറയുകയാണെങ്കിൽ നല്ലൊരു സെല്ലിംഗ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. നല്ലൊരു ട്രേഡബിൾ വീക്കും ആയിരുന്നു. എല്ലാ ട്രേഡേഴ്സിനും നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ അതിന്റെ ഒന്ന് രണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാന്റെ ഒരു യുദ്ധത്തിന്റെ കേസ് പറഞ്ഞു. പക്ഷെ ആ ഒരു കേസ് നമ്മുടെ വേൾഡ് മാർക്കറ്റിനെ അധികം ഒന്നും ബാധിച്ചിട്ടില്ല. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൗ ജോൺസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഒരു ഫ്ലാറ്റ് ആണ്. ഇത് വീക്കിലി ഒരു പ്രൊഫൈലാണ്. കഴിഞ്ഞ വീക്കിൽ അവൻ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തത്. അതേപോലെ S&P ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഡാക്സ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്, ചെറിയ റിട്ടേൺ ഉണ്ടെങ്കിൽ കൂടെ. അതുകൂടാതെ നമ്മുടെ എന്തുവാണ് ഹാങ്സങ്ങും അപ്പായിരുന്നു. ഹാങ്സങ് നിക്കായിയും ഓൾമോസ്റ്റ് നിക്കായിയും അപ്പായി, ഫ്ലാറ്റ് ടു അപ്പായിരുന്നു ക്ലോസ്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് മാത്രമേ കഴിഞ്ഞ ആഴ്ച വീക്കിലി ബേസിസ് നോക്കുമ്പോൾ അടിച്ചിട്ടുള്ളൂ. അതിന്റെ ഏക കാരണം എനിക്ക് പറയാനുള്ളത് സെബിയുടെ പുതിയ ഗൈഡ് ലൈൻ ആയിരുന്നു. സെബി കൊണ്ടുവന്ന മാർജിന്റെ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെബി മാർജിന്റെ ഒരു ഇഷ്യൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാർജിനും പിന്നെ എക്സ്പയറികളുടെ എണ്ണം കുറയ്ക്കാൻ പോകുന്നു. അങ്ങനെ കുറെ സ്ട്രിംഗൻ ചെയ്തുള്ള റൂൾസ് മാർക്കറ്റിലേക്ക് അവർ കൊണ്ടുവന്നു. എന്തിനാണ്? റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ എന്തുവാണ് പൈസ പോകുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇരുന്നാണെന്ന് പറയുന്നത്. പക്ഷേ എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം ഞാനൊരു ഡൗട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാണ്. അതായത് ഒരു 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 പർട്ടിക്കുലർ കോൺട്രാക്ട് സൈസ് കൂട്ടിക്കൊണ്ട് എങ്ങനെയാണ് ലിക്വിഡിറ്റി കുറയ്ക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 25,500 കോൾ വാങ്ങുന്ന ആള് 25,700 കോളിലേക്ക് പോകും. അത് കൂടാതെ ലിക്വിഡിറ്റി ബാധിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക്. രണ്ടാമത് കാരണം എന്ന് പറയുമ്പോൾ പഴയ പോലെ എന്തുവാണ് ആൾക്കാർ ഇപ്പൊ 25,000 കുറച്ച് പൈസ കൊണ്ട് എന്ത് ചെയ്യും, കുറച്ച് ഫാർ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് മേടിക്കാൻ പോകും. കാരണം ട്രേഡേഴ്സിന്റെ എണ്ണം കുറയുമെന്ന് പ്രതീക്ഷ എനിക്ക് വരുന്നില്ല. അതിനി ചിലപ്പോൾ വേണമെങ്കിൽ തെറ്റായി ഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്പയറിയുടെ എണ്ണം കുറയ്ക്കുന്നത് മാർക്കറ്റിൽ കുറച്ചുകൂടെ നല്ലതാണ്. എന്നെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം വേറെ ഒന്നുമല്ല, എക്സ്പയറിയുടെ എണ്ണം കുറയുന്ന സമയത്ത് സാധാരണ എക്സ്പയറി കൂടിയ സമയത്ത് ഓപ്ഷൻ റൈറ്റേഴ്സ് അതിനെ കൺട്രോൾ ചെയ്ത് മാർക്കറ്റിനെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കുറെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നമ്പർ ഓഫ് എക്സ്പയറി കൂടുന്ന സമയത്ത് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ പാർട്ടിസിപ്പേഷൻ കൂടുമ്പോൾ ഒരു തരത്തിൽ മൂവ്മെന്റ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഒരു തരത്തിൽ വേണമെങ്കിൽ റൈറ്റേഴ്സിന്റെ സ്ട്രെങ്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടു തരത്തിൽ മാർക്കറ്റിനെ ബാധിക്കും. എന്നിരുന്നാൽ കൂടി അതൊരു പോസിറ്റീവായ ഒരു 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 എന്തുവാണ് ഒരു പുതിയൊരു ഡിസിഷൻ ആണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, നമ്പർ ഓഫ് എക്സ്പയറി കുറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഡിസിഷൻ സെബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതൊരു നെഗറ്റീവ് ഡിസിഷൻ മാർക്കറ്റ് അത് എടുത്തു. അങ്ങനെയാണ് മാർക്കറ്റ് ഇറങ്ങി വന്നത്. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റ് ഇസ്രായേൽ ഇറാന്റെ ഇഷ്യൂവിന്റെ കേസിൽ വേൾഡ് മാർക്കറ്റിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ സംഭവിച്ച് നമുക്ക് വേണമെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും അത് വലിയ രീതിയിൽ ഷൂട്ടപ്പ് ചെയ്തൊന്നും ക്രൂഡ് ഓയിലിനെ പോലെ നിങ്ങളിപ്പോ 83-4 കിടന്ന WTI ക്രൂഡാണ് ഇറങ്ങി വന്ന് 66 വരെ വന്നിട്ട് ഇപ്പൊ തിരിച്ച് 74ആയി. കുറച്ച് കയറിയിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഈ സെബിയുടെ ഒരു ഗൈഡ് ലൈനിന്റെ ഇഷ്യൂ പ്രകാരമാണ് മാർക്കറ്റ് അടിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും നല്ല അടിച്ച് വിറ്റിട്ടുണ്ട്. ആരാണ്? FIS നല്ല വൃത്തി വിറ്റിട്ടുണ്ട്. അവര് സെബിക്ക് ഒരു ഒരു ഇത് കൊടുത്തേക്കാണ്. ഒരു അലാറം കൊടുത്തേക്കാണ്. ഞങ്ങൾ വിചാരിച്ചാൽ മാർക്കറ്റിനെ അടിച്ച് താഴെ ഇറക്കാൻ പറ്റുമെന്ന രീതിയിൽ അലാറം കൊടുത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും DIS കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല. അവരുടെ ആക്ഷൻ നല്ല ഹെവിയർ സെല്ലിംഗ് ആയിരുന്നു. സിവിയർ ആയിട്ടുള്ള സെല്ലിങ്ങും അത് നടത്തി. FIS നടത്തി. ഇതാണ് ഇപ്പൊ നമ്മളെ കഴിഞ്ഞ ആഴ്ചയിലെ കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ആഴ്ചയിൽ എന്തെങ്കിലും പുതിയ ന്യൂസുകളുണ്ടോ? കഴിഞ്ഞ ആഴ്ച വന്ന കുറച്ച് ന്യൂസുകൾ, അമേരിക്കയുടെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒക്കെ കുറച്ച് വളരെയധികം പോസിറ്റീവ് ആയിരുന്നു. അതൊക്കെ വളരെയധികം നല്ല ന്യൂസ്. അപ്പൊ ഈ വരാൻ പോകുന്ന ദിസ് വീക്കില് നമ്മുടെ മാർക്കറ്റില് അധികം വലിയ ഒരു മൂവ്മെന്റ് ഇല്ലെങ്കിൽ കൂടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഡേറ്റാസ് വളരെ കുറവാണ്. എന്നിരുന്നാൽ കൂടി കുറച്ച് ഒന്ന് രണ്ട് ഡേറ്റാസ് ഒക്കെ USD വരാനുണ്ട്. ഏതാണ്? നമ്മളെ എക്സ്പോർട്സ്, ഇമ്പോർട്ട്സ്, ട്രേഡ് ബാലൻസ്, ആ ഒരു ഡേറ്റകളും പിന്നെ അറ്റ്ലാന്റയുടെ GDP, ഫെഡറൽ GDP, പിന്നെ ഈ വരാൻ വെള്ളിയാഴ്ച വരെയാണെങ്കിൽ അമേരിക്കയുടെ തന്നെ വലിയ ന്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി FOMCയുടെ ബോസ്റ്റിക് സ്പീക്സിന്റെ ആ ഒരു സംസാരത്തിനെ കുറിച്ചും ആ ഒരു കേസുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച നോക്കുകയാണെങ്കിൽ
അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഉണ്ട്. CPI അമേരിക്കൻ ഇൻഫ്ലേഷന്റെ ഒരു ഡേറ്റ ഈ വരുന്ന വ്യാഴാഴ്ച വരുന്നതാണ്. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിമും നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ റിസർവ്സിന്റെ കേസ് അതൊക്കെ എല്ലാം ഈ വരുന്ന വ്യാഴാഴ്ച വരുന്നുണ്ട്. വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഡേറ്റ ഇല്ല, ആകപ്പാടെ PPI ആ PPI ഇൻഡെക്സും മാത്രമേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ വളരെ വലിയ ഡേറ്റ ഒന്നുമില്ല. വ്യാഴാഴ്ച വരുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ മാത്രമേ ഉള്ളൂ എന്താണ് പറയത്തക്ക ഒരു വലിയ ഡേറ്റ ആയിട്ട് ഈ ആഴ്ച വരാൻ പോകുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച റിസർവ് ബാങ്കിന്റെ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയുടെ ഒരു ഡേറ്റ ഈ ആഴ്ച ഉണ്ട്. റിസർവ് ബാങ്ക് ഈ ആഴ്ച 9-ാം തീയതി, അതായത് ഒക്ടോബർ 9-ാം തീയതി റിസർവ് ബാങ്കിന്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇന്ന് നാളെ എന്ന് പറയുമ്പോൾ ഡേറ്റ് എന്താണ്? നാളെ ഒക്ടോബർ 7-ാം തീയതി ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ആയിരിക്കും RBIയുടെ ഡിസിഷൻ വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 9-ാം തീയതി മോണിറ്ററി മീറ്റിംഗിന്റെ ഉണ്ട്, 10-ാം തീയതി ആയിരിക്കും അതിന്റെ RBIയുടെ റിസർവ് ബാങ്കിന്റെ ഡേറ്റ്. ഇപ്പൊ റിസർവ് ബാങ്ക് 6.5 നിന്ന് എന്തെങ്കിലും, അതായത് ഇക്കണോമിയുടെ ലിക്വിഡിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ്, കാരണം പല ബാങ്കുകളും ഇൻട്രസ്റ്റ് കുറച്ചതുകൊണ്ട് നമ്മുടെ ബാങ്കിന് വേണമെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ കുറയ്ക്കാതിരിക്കുക. ഒരു 50% ചാൻസ് കുറയ്ക്കാനും 50% ചാൻസ് കുറയ്ക്കാതിരിക്കാനുമാണ് കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എടുക്കുമ്പോൾ. ആ ഡേറ്റ് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന വ്യാഴാഴ്ചയിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് നമ്മുടെ ഡേറ്റ വരൈസ് ഈ ആഴ്ച വരാൻ പോകുന്ന ഒരു ന്യൂസുകളുടെ കേസ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ ആയിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാം ട്രെൻഡ് ഡൗണിലാണ് കഴിഞ്ഞ വീക്കിൽ കടന്നു പോയത്. സോ നമുക്ക് നോക്കേണ്ടത് അതിന്റെ POCകളും മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഡേറ്റ വെച്ചുള്ള അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി തുടങ്ങാം. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയൊരു പ്രൊഫൈലാണ്. ഞാൻ അതിനൊന്ന് മിനിമൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട്. ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അടി തുടങ്ങി POC ഈ ഭാഗത്തായിരുന്നു. 54,048ന്റെ POCയുടെ ഭാഗത്ത് തൊട്ട് താഴെ ഓപ്പൺ ചെയ്ത് തുടങ്ങിയ അടി ഇടയ്ക്ക് വീക്കിലേക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. ഏകദേശം പറഞ്ഞാൽ 53,250 തൊട്ട് 53,051 വീക്കിലിയിൽ ഗ്യാപ്പ് വരെ എടുത്ത് ആശാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് കഴിഞ്ഞ ആഴ്ച, അതായത് 15 സെപ്റ്റംബർ വീക്കിൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ POC ആയ 52,270 വന്നിട്ട് ഏകദേശം പറയുകയാണെങ്കിൽ 51,900ന്റെ ഭാഗത്താണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഏകദേശം ലോ വന്നത് 51,750 വരെ വന്നെങ്കിൽ കൂടി 51,900 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി വീക്കിലി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്കിലി ട്രെൻഡ് ഡേ ഡൗൺ ആണ്, ട്രെൻഡ് വീക്കാണ്. POC താഴേക്ക് മെർജ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് പറ്റിയില്ല. 53,434ന്റെ ഭാഗത്താണ് ഇപ്പോഴും POC നിൽക്കുന്നത്. നമ്മളെ ട്രെൻഡിങ് VWAP വന്നിരിക്കുന്നത് 52,296ന്റെ ഭാഗത്താണ് VWAP വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് ഇനി സിനാരിയോ അടുത്ത ആഴ്ച അടിക്കുമോ കയറുമോ എങ്ങനെയെന്ന് നോക്കാം. സോ എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് ഒരു ബാലൻസിങ് തരാനുള്ള, അതായത് ഈ വരുന്ന 3 ദിവസം RBI ഡേയുടെ ഫസ്റ്റ് ഡേ വരെ ഒരു ബാലൻസിങ് തരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ആദ്യം അവൻ കടക്കേണ്ടത് ഈ 52,262 അല്ലെങ്കിൽ 296 എന്ന് പറഞ്ഞാൽ ഈ ഒരു VWAPന് മുകളിൽ, വീക്കിലി VWAPന്റെ ക്ലോസിന് മുകളിൽ അവൻ ക്ലോസ് ചെയ്താൽ മാത്രമേ അവനെ സംബന്ധിച്ച് ഒരു മൂവ്മെന്റ് മുകളിലേക്ക് വരാൻ പറ്റുള്ളൂ. ആ മുകളിലേക്ക് വരാൻ പറ്റുമെങ്കിൽ അവൻ എന്ത് ചെയ്യാം? നല്ലൊരു RBIയുടെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ ഈ POC 53,434 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു RBIയുടെ പോസിറ്റീവ് ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എത്തിപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യണേ. റിസർവ് ബാങ്കിന്റെ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യണേ. റിസർവ് ബാങ്കിനല്ല, നമ്മുടെ FISന്റെ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് കൂടാതെ ഇസ്രായേലിലെ ഇഷ്യൂ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്ത് ഡീപ്പർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 51,959 താഴെ നിൽക്കുന്നത്തോളം കാലം അവൻ ഏത് പ്രൊഫൈലിന്റെ ഭാഗത്താണ് കയറിയിരിക്കുന്നത്? അതായത് 9 സെപ്റ്റംബറിന്റെ ആ പ്രൊഫൈലിന്റെ ഭാഗത്തൊക്കെ അവൻ കയറിയിട്ടുണ്ട്. ആ POC ആയ 51,300ന്റെ ഭാഗത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പൊ എന്താണ്? 51,959 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POC 51,300ന്റെ ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് തരാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. സോ അത് പൊട്ടി ക്ലോസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ സിവിയർ ആയിട്ടുള്ള ഫോൾ താഴേക്ക് വരാനും 51,000 താഴെ വന്ന് 50,500 വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഓർത്തോളുക, 50,959 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ പ്രൊഫൈലിന്റെ ഏരിയയിലേക്ക്, അതായത് 8 സെപ്റ്റംബറിലെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് കയറുകയും അവൻ എന്ത് ചെയ്യും? 51,300 എന്ന് പറഞ്ഞ ആ വീക്കിന്റെ POCയുടെ ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇല്ല, തിരിച്ച് ഒരു ബാലൻസിങ് തരണമെങ്കിൽ 52,296 എന്ന് പറഞ്ഞ ഈ VWAPന് മുകളിൽ പോയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു
ഒരു ബാലൻസ് തരാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവ ഈ 53,000-നും 52,300-നും ഇടയ്ക്കുള്ള ഭാഗത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്ക് ആയതുകൊണ്ട് ഈ നാളെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലായിരിക്കും. അത് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് കാണിക്കുന്നുണ്ട്. സോ ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50-226ന്റെ ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് വരാനും ആ 50-226ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52,300 എന്ന് പറഞ്ഞ ആ ഒരു ഈ ഒരു ഏരിയയിൽ 52,500, 52,700, 850 അങ്ങനെ ആ ഒരു ഏരിയയിൽ മൊത്തം കിടന്ന് കളിച്ച് എന്തുകൊണ്ട് ഒരു ബാലൻസിങ്ങിന്റെ മൂവ് തരാനുള്ള ചാൻസ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റി കാണുന്നത്. ഇത് താഴെ കടിക്കുകയാണെങ്കിൽ ഞാൻ ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 51,300 വരെ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ഈ വരുന്ന ആഴ്ചയിൽ എന്തെങ്കിലും സർപ്രൈസ് ആർബിഐയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഈ വീക്കിന്റെ ഇപ്പൊ കഴിഞ്ഞുപോയ വീക്കിന്റെ ട്രെൻഡിങ് ഡൗൺ വീക്കിന്റെ POC ആയ 53,434 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഇമ്മീഡിയറ്റ് ടെസ്റ്റ് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിന്റെ 54,000-ന്റെ ആ ഭാഗത്തേക്ക് വരാനും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിക്കുന്നതാണ്. സോ RBIയുടെ പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും ഇതിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് നോക്കേണ്ടത് ഇനി അടുത്ത നിഫ്റ്റിയുടെ കാര്യം. അപ്പൊ നമുക്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെയായിരുന്നു, അവരും ട്രെൻഡിങ് വീക്കാണ്. അതേപോലെ വീക്കിലി ഗ്യാപ്പ് ഓഫ് ഫില്ല് 25,888 ഒരു 25,820 വരെ 820ന്റെ ഭാഗം വരെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക, ബാങ്ക് നിഫ്റ്റിയിലും POC താഴേക്ക് മെർജ് ചെയ്തിട്ടില്ല. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ POC 53,434 ഭാഗത്ത് നിൽക്കുന്നത് പോലെ നിഫ്റ്റിയുടെ POC നിങ്ങൾ കാണുന്നത് 25,954 ഭാഗത്താണ്. POC മെർജ് ചെയ്യാൻ സമയം കൊടുത്തില്ല. അതായത് എന്താണ്, അവനെ എഴുതി നിൽക്കാൻ സമയം കൊടുക്കാത്ത വിധത്തിൽ അടിച്ച് താഴെ ഇറക്കിയാണ് മാർക്കറ്റ് താഴേക്കുന്നത്. നല്ല വൃത്തിയാ സിംഗിൾ പോയിന്റ് ഫില്ല്. നമ്മുടെ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത്, അതായത് ഈ 8 സെപ്റ്റംബറിലെ ആ ഒരു വീക്കിൽ സ്റ്റാർട്ട് ചെയ്ത വീക്കിന്റെ POCയുടെ ഭാഗത്തേക്ക് അവൻ എത്തി നോക്കി, പക്ഷെ ടച്ച് ചെയ്യാൻ പറ്റില്ല. 25,061 ആ POC. ആ POCയുടെ ഭാഗത്തേക്ക് അവൻ എത്തി നോക്കി, അവിടെ നിന്ന് വന്ന് നിൽക്കുക. അപ്പൊ നിഫ്റ്റി താഴോട്ട് പോവുകയാണെങ്കിൽ ഈ 25,062ന്റെ ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ 25,062 സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബാലൻസിങ്ങിന്റെ മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ആയിരിക്കും വളരെയധികം കാണുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ RBIയുടെ പോസിറ്റീവ് ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുക, 25,366ന് മുകളിൽ പോകാനുള്ള ചാൻസ് വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് 25,954 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് തരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പം ഈ ട്രെൻഡിങ് ഡൗൺ വീക്ക് ആയതുകൊണ്ട്, യൂഷ്വലി ട്രെൻഡിങ് ഡൗൺ വീക്ക് ആണ്, ട്രെൻഡ് വീക്കോ ട്രെൻഡ് ഡേയോ ആണെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ 2 or 3 days എന്നാണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ഒരു തിയറി പ്രകാരം. സോ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന വീക്കിലും അടുത്ത വീക്കിലും ഒരു ട്രെൻഡ് നാളെ ഓപ്പൺ ചെയ്താൽ കൂടെ വീക്കിലി ഒരു ട്രെൻഡ് ഡൗൺവേർഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് തെറ്റായി തിരിച്ച് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഈ വീക്കിലി വിവാപ്പായ 52,296 നമ്മുടെ ബാങ്ക് നിഫ്റ്റി. അതേപോലെ നിഫ്റ്റിക്ക് എത്രയാണ്, 25,366 മുകളിൽ പോയാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ സെല്ലിങ്ങിന്റെ ഒരു സ്ട്രോങ്നെസ് പോയിട്ടുണ്ട്. അവൻ തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഒരു ബാലൻസിങ്ങിന്റെ ഒരു മൂഡാണ്, കുറച്ച് അനോമലീസ് ഒക്കെ ഉള്ളത് ഫില്ല് ചെയ്യാനുള്ള ഒരു മൂഡായിരിക്കും തരാൻ പോകുന്നത്. നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റിയെ സംബന്ധിച്ച് 25,276 താഴെ നിൽക്കുന്നതോളം കാലം ഈ POC ആയ 25,069 ഈ POC ടെസ്റ്റ് ചെയ്യാനും, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 24,850 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓർത്തുകൊള്ളുക, 25,276 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച്, നിഫ്റ്റിയെ സംബന്ധിച്ച് 25,068ന്റെ ഭാഗത്ത് ഒരു POCയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് വരാനും, ആ 69 ഭാഗം പൊട്ടുകയാണെങ്കിൽ 24,850ന്റെ ഭാഗത്തേക്ക് ടെസ്റ്റ് വരാനും നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം സാധ്യതയുണ്ട്. ഓർത്തോളുക, എന്ത് സാധ്യത ഉണ്ടെങ്കിലും നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോളുക, 25,366ന് മുകളിൽ പോയാൽ മാത്രമേ ന്യൂട്രൽ വരുള്ളൂ. അതേപോലെ ബാങ്ക് നിഫ്റ്റിക്ക് 52,296ന് മുകളിൽ പോയാൽ മാത്രമേ മാർക്കറ്റിന് ഒരു റിവേഴ്സൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ബാലൻസിങ് റിവേഴ്സ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി ഓർത്തുള്ള താഴേക്ക് നിൽക്കാൻ 51,950 ബാങ്ക് നിഫ്റ്റിക്ക് ഇമ്പോർട്ടന്റ് പോലെ നിഫ്റ്റിക്ക് 25,276 ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് പോയിന്റ് താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് 51,300ലേക്ക്, നിഫ്റ്റിക്ക് 25,068, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 24,850ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ ഈ വീക്ക് കാണുന്നത്. ഓർത്തോളുക, ഈ വീക്കിൽ എന്റെ ഒരു വീക്കിലി ഒരു പ്രത് വെച്ച് ഈ വരാമെന്ന RBIയുടെ മീറ്റിന് മുമ്പായി മാർക്കറ്റ് ഒരു 3 ദിവസം വോളിയം കുറച്ചോ അല്ലെങ്കിൽ ഒരു റേഞ്ചിങ് ഓർഡർ നടന്ന് FIയുടെ സെല്ലിംഗ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് വീണ്ടും ബാധിക്കും. ഇല്ല, അവർക്കൊന്ന് പോസ് ചെയ്യാണ്, എന്താണ് RBIയുടെ ഭാഗത്ത് നിന്ന് ഇതിന് പോസിറ്റീവ് ന്യൂസ് വരുമോ എന്ന് അവരൊന്ന് നോക്കുകയാണെങ്കിൽ
നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു ബാലൻസും തരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. അതിന് നാളെ നമ്മൾ നോക്കുകയാണ്. നാളെ വൈകിട്ട് വരുന്ന FIA ഡേറ്റയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാളത്തെ മാർക്കറ്റിന്റെ ക്ലോസും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് എല്ലാ കാര്യങ്ങളും പോയിന്റ് എന്താണ് പോസിറ്റീവായ രീതിയിൽ വരുന്ന രീതിയിലേക്ക് മാർക്കറ്റ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഓർത്തുകൊള്ളുക. ഇപ്പൊ റിലയൻസിന് ഞാൻ അടുത്ത പറഞ്ഞ റിലയൻസിന് HDFC ബാങ്കിനെ കുറിച്ചിട്ട് കാര്യം. റിലയൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കും ട്രെൻഡിങ് വീക്ക് ആയിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച. നല്ല അടിച്ചിറങ്ങി കയറിപ്പോയ റിലയൻസ് HDFC ബാങ്ക് കയറി തിരിച്ചടിക്കുകയും ചെയ്തു. അവനെ സംബന്ധിച്ച് HDFC ബാങ്കിന്റെ POC 17.25 ഭാഗത്താണ് HDFC ബാങ്കിന്റെ POC നിൽക്കുന്നത്. HDFC ബാങ്ക് ക്ലോസ് ചെയ്യുന്നത് 16.56 ഭാഗത്താണ്. HDFC ബാങ്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഒരു 4 വീക്കിന്റെ ബാലൻസിങ്ങിന്റെ ഏരിയയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 16.48 അതിന്റെ POC. ആ POCയുടെ മുകളിലാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ആ POC ഇനി പൊട്ടുകയാണെങ്കിൽ HDFC ബാങ്ക് 16.10 അതിന് താഴെ 15.81 വരാനുള്ള ചാൻസ് HDFC ബാങ്കിന് വളരെ കൂടുതലാണ്. ഓർത്തോളുക. അതില്ല മാർക്കറ്റ് വരെയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഈ 16.69 മുകളിൽ നിൽക്കുകയാണെങ്കിൽ തിരിച്ചൊരു ഒരു 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 എന്താണ് ഒരു റിവേഴ്സൽ തന്ന് ഈ 17.20 വരെയുള്ള സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും വേണമെങ്കിൽ 17.25 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് HDFC ബാങ്കിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അത് ഓർത്തോളുക. നമുക്ക് ആദ്യം വരേണ്ടത് നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് എങ്ങനെയാണ്, അവ നാളെ എവിടെ ക്ലോസ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും ഈ മാർക്കറ്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നത്. സോ 16.79 നമ്മളെ സംബന്ധിച്ച് HDFC ബാങ്കിന്റെ ഒരു റെഫറൻസ് സോണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 17.20 വരെ പോകാൻ, ഈ 17.25 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല ഇനി 16,047 എന്ന് പറഞ്ഞ ഈ POC താഴെ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 16.10 അതിന് താഴെ 15.80 വരാനുള്ള ചാൻസ് HDFC ബാങ്കിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് റിലയൻസ്, നമ്മുടെ രാജാവ്, നിഫ്റ്റിയുടെ രാജാവായ റിലയൻസ് എന്തുപറ്റി, ബോണസ് ഇഷ്യൂ പറഞ്ഞതിന് ശേഷം നല്ല സെല്ലിംഗ് വന്നു, നാടാറ് സെല്ലിംഗ് വന്നു. പക്ഷെ എനിക്കൊരു കാര്യം പോസിറ്റീവായി ഞാൻ കണ്ടത് റിലയൻസിലെ POC താഴേക്ക് വന്നു. 28,024 ഭാഗത്തേക്ക് POC മെർജ് ചെയ്തു. ബാക്കിയുള്ള നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ HDFC ബാങ്കിനെ പോലെ അല്ലാതെ അവൻ POC താഴേക്ക് മെർജ് ചെയ്യാൻ പറ്റി. അതൊരു പോസിറ്റീവായ കാര്യമാണ്. സോ ഇനി ഒരു നോക്കേണ്ടത്, ഇനി ഫ്രഷ് ആയിട്ട് റിലയൻസ് പൊട്ടി 27.52 പൊട്ടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 2,703 അത് താഴെ 2,654 അതിന് താഴെ റിലയൻസിനെ സംബന്ധിച്ച് 2,400 വരെ വരാനുള്ള ചാൻസ് റിലയൻസിന് വളരെ കൂടുതലായിരിക്കും. അത് ഓർത്തോളുക. ഇല്ല എങ്കിൽ ഈ 28 24 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ അനോമലീസ് 29-20 വരെയുള്ള കുറെ ഗ്യാപ് സോൺസ് റിലയൻസിന് ഫില്ല് ചെയ്യാനുണ്ട്. അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് റിലയൻസിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായ ഒരു കാര്യം കൂടെയാണ്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വരാൻ പോകുന്ന മാർക്കറ്റിനെ കുറിച്ച് ഓർത്തു. അപ്പൊ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായി പറയാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,296, നിഫ്റ്റിയെ സംബന്ധിച്ച് 25,366, HDFC ബാങ്കിനെ സംബന്ധിച്ച് 1,670, റിലയൻസിനെ സംബന്ധിച്ച് 2,824 വരെയൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു ഏറ്റവും വലിയ റെഫറൻസ് ആണ്. ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് വളരെയധികം എന്താ ബാലൻസിങ് തന്ന് ആ ഭാഗത്തേക്ക് കുറെ ഫില്ലിങ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഫില്ല് ചെയ്ത് ഒരു ബാലൻസ് തരാൻ പറ്റും. വ്യാഴാഴ്ചത്തെ RBI മീറ്റിന്റെ ഔട്ട്കമ്മോ അന്ന് വൈകിട്ട് വരാണ് ഇൻഫ്ലേഷൻ ഡേറ്റ, അമേരിക്കൻ ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിന് ഈ വീക്കിൽ എവിടെ അവസാനിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വ്യക്തമായി ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്യുമ്പോൾ വ്യക്തമായി നിങ്ങൾ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി ട്രേഡിംഗ് കിട്ടാവുന്നുണ്ട്. നമ്മുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രോബ്ലംസ് എങ്ങനെ ട്രേഡ് ചെയ്യണം വല്ല പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. നമ്മുടെ ലൈവ് എന്താണ് തമിഴിൽ കൊടുത്തിരുന്ന നമ്പറിൽ കൊടുക്കുകയാണെങ്കിൽ ബന്ധപ്പെടുകയാണ്, അത് നിങ്ങൾക്ക് പറയുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.